ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മലപ്പുറം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലാണുള്ളത്. ഇന്ന് എളമരം ഇരട്ടമൊഴി റോഡ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ചർച്ച ചെയ്യാനാണ് എത്തിയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമുക്കറിയുന്നത്. കഴിഞ്ഞ 4 മാസമായി വാട്ടർ അതോറിറ്റിയുടെ നവീകരണ ജോലി നടക്കുന്ന എളമരം ഇരട്ടമൊഴി റോഡ് ഗതാഗത പ്രയാസത്തിനാൽ അപകടങ്ങൾ നിത്യസംഭവങ്ങളാണ്. ഇവിടെ കരാറുകാരൻ്റെ അനാസ്ഥ മൂലം നീണ്ടുപോകുന്ന ഈ റോഡ് പണി അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മലപ്പുറത്തുള്ള ജനകീയ ആക്ഷൻ കമ്മിറ്റിയാണ് ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളത്. അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. റോഡ് നവീകരണവുമായി സംബന്ധിച്ച് അസിസ്റ്റന്റ് സിവിലുമായി ചർച്ച ചെയ്തവരാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം നമ്മളുമായി ഏറെക്കുറെ സമയം ഇതിൻ്റെ ശരിയായ രീതി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അല്ലെ 10 ദിവസത്തിനുള്ളിൽ എന്തായാലും അതിന് ടാറിറക്കി അതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത്. പിന്നെ ഈ എളമരം ഇരട്ടമൊഴി റോഡ് 4 മാസമാണ് പണി തുടങ്ങിയിട്ട്. എന്തെല്ലാം പ്രയാസങ്ങൾ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാണുള്ളത്. ഒരു വലിയ വാഹനം പോകുമ്പോൾ വരെ നമുക്ക് നടന്നു പോകുന്നവർക്കും ബൈക്കിൽ പോകുന്നവർക്കും വലിയ പ്രയാസത്തിലാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് 1-2 വാഹനങ്ങൾ കട്ടറിൽ കുടുങ്ങി വീഴുകയും അപകടം സംഭവിക്കുകയും സാരമായ പരിക്ക് പറ്റി നമ്മൾ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പല രീതിയിലും ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും ആളുകളെയും അറിയിച്ചിട്ടും ഒരു പരിഹാരം കാണാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചത്. ഇതിപ്പോൾ ഒരാഴ്ച കൂടി സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ എന്ത് നടപടികളായിട്ട് ഉണ്ടാവുക? അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതിന് ഉപോത്ഫലകമായി എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ കാറടക്കമുള്ള വർക്കുകൾ ചെയ്തില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി റിസ്ക് ആൻഡ് കോസ്റ്റ് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് വിവരിക്കാം. അതായത് ഇപ്പോൾ എഞ്ചിനീയർ പറഞ്ഞ നമ്മുടെ അടുത്ത് നിരന്തരം കോൺട്രാക്ടർക്ക് ആൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാരണങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. എന്താണ് വ്യക്തമായിട്ട് അറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരാഴ്ചത്തെ സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 5-ാം തീയതിൻ്റെ ഉള്ളിലായിട്ട് ടാർ ഇറക്കുമെന്നാണ് എഞ്ചിനീയർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഉറപ്പ് തന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടും അത് നടന്നില്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ റിസ്ക് ആൻഡ് കോസ്റ്റ് എന്നുള്ള ആ രീതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായിട്ട് തന്നെ അവർ ചെയ്യുന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മളെ ഇരട്ടമൊഴി എളമരം റോഡ് എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. ഈ രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോള് പഠിക്കുന്ന ആയത്തടി മദ്രസയിലാണ്. രാവിലെ സൈക്കിളിൽ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. നാടിന് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യാന്നുള്ള നിലക്കാണ് ഞങ്ങൾ മലപ്പുറത്തേക്ക് വരുന്നതും എഞ്ചിനീയറെ കാണാൻ ശ്രമിച്ചതും. ഒരു മാസത്തിന് കൂടുതൽ ആയി ഇപ്പോൾ എഞ്ചിനീയറെ വിളിക്കുന്നത്, വാട്ടർ അതോറിറ്റി കോൺട്രാക്ടറെ വിളിക്കുന്നത്. ഇത് അനുകൂലമായിട്ടുള്ള മറുപടി കിട്ടുന്നതെന്നല്ലാതെ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. നമ്മൾ വിളിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത് എവിടെ എത്തി? ഇത് നമുക്ക് യാഥാർത്ഥ്യമായി കാണുക വേണ്ടത് റോഡ്, അല്ലാതെ നമ്മൾ വിളിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അടുത്ത 5-ാം തീയതിൻ്റെ ടാറ് ഇറക്കുമെന്നുള്ള ഉറപ്പാണ് നമ്മൾക്കിപ്പോൾ എഞ്ചിനീയർ തന്നിരിക്കുന്നത്. ഈ സിവിൽ സാറുമായുള്ള ചർച്ചയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ കോൺട്രാക്ടറിനെ വിളിക്കുമ്പോൾ പലപ്പോഴും പല രീതിയിലാണ് നമ്മളോട് ഈ കോൺട്രാക്ടർ പ്രതികരിക്കുന്നത്. 1, എൻ്റെ കയ്യിൽ കാശില്ല. 2, എനിക്ക് സുഖമില്ല, ഞാൻ മെഡിക്കൽ ലീവിലാണ്. ഇതുപോലെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ AEയുമായിട്ട് സംസാരിച്ചതാണ് വ്യക്തമായ ചിത്രം നമ്മളെ അടുത്ത് കിട്ടിയത്. അതിനൊരു ഇതിന് MLA മുതൽ എല്ലാ നാട്ടിലെ പല സംഘടനകളും പലരും നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഓഫീസേഴ്സും ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയാണ്. ഇയാളെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ആകത്തുക. അത്